നമസ്കാരം, ടിൻഡു തോമസ് ആണ്. നമുക്കിന്ന് ബാത്റൂമിൻ്റെ ഡിസൈനിൽ നമ്മളിപ്പം ബാത്റൂമിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞു. പിന്നെ സാനിറ്ററി വെയർ, അതേപോലെ വാഷ് ബേസിൻ ഫിറ്റിങ്സ്, അതിൻ്റെ ഒരു തീമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ബാത്റൂംസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തിരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകളും. കാരണം അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂംസ് ആയിരിക്കും. അപ്പോൾ 2 ഡിസൈനിലുള്ള ടൈൽസ് ആയിരിക്കും നമ്മൾ വെറ്റ് ഏരിയയിലും കൊടുക്കുക, ഡ്രൈ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈൽസിൻ്റെ ഡിസൈൻസ് ആയിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം വലിയ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ പാർട്ടീഷൻ വരും, ജാക്കസി നമുക്ക് വെക്കാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടബ് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മിറർ കൊടുക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ആക്സസറീസ് ആണ്. ടവൽ റോഡ്, ടവൽ റിങ്, ടോയ്ലറ്റ് പേപ്പർ ഹോൾഡർ, സോപ്പ് ഡിഷ്, സോപ്പ് ഡിസ്പെൻസർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആക്സസറീസ് എല്ലാം നമ്മൾക്ക് അതിനകത്ത് വരും. പിന്നെ അതെല്ലാം നമ്മളിപ്പം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഓരോ ബാത്റൂമിനും ചേർന്ന് തീം അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് ആ ബാത്റൂമിലെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമുക്ക് ടബ് വെക്കണം എന്നുണ്ടെങ്കിൽ ടബ് നമുക്കിപ്പോൾ ചെറിയ ബാത്റൂമിൽ ടബ് ഒരിക്കലും സ്യൂട്ടാവില്ല. അത്യാവശ്യം വലുപ്പമുള്ള നല്ല ബാത്റൂം ആണെങ്കിൽ മാത്രമേ നമുക്ക് ടബ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്പേസ് നമുക്ക് അത്രയും പോകും. പിന്നീട് ഉള്ള ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഹൈജീനായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബാത്റൂമിൽ നമുക്ക് ടബ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ഏരിയ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ വലുപ്പമുള്ള ബാത്റൂംസിൽ മാത്രം നമ്മൾ ടബും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക.